ഇന്നലെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സീനിയർ നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ ഈ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള കോടാനുകോടി ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപമാനകരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അബദ്ധജടിലവും അവിവേകപൂർണവും പ്രകോപനപരവുമായ ഒരു പ്രസ്താവനയാണ് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയത്. ഈ നാട്ടിലെ ഹിന്ദുക്കൾ അക്രമകാരികളാണെന്നും അഹിംസയിൽ വിശ്വാസമില്ലാത്തവരാണെന്നും പ്രകോപനം മനഃപൂർവ്വം ഉണ്ടാക്കുന്നവരാണെന്നുമുള്ള തരത്തിലുള്ള പ്രസ്താവനയാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ പാർലമെന്റിൽ വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതികരണമല്ല ഇത്. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ മനഃപൂർവ്വം ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു പ്രകോപനമാണ് ഇന്നലെ കണ്ടത്. ഹിന്ദു സമൂഹത്തെ ആകെ അപമാനിച്ചും ആക്ഷേപിച്ചും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സനാതന ധർമ്മത്തെക്കുറിച്ചും ഹിന്ദു സമൂഹത്തെക്കുറിച്ചും പലപ്പോഴായി കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും പത്രസമ്മേളനങ്ങളിലും കുറച്ചു കാലമായി ഇത്തരം പ്രകോപനം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹിന്ദുക്കളെ ആകെ ആക്ഷേപിച്ചും അപമാനിച്ചും ലോകത്തിന് മുമ്പിൽ ഒരു പ്രത്യേക പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയത്. നമ്മുടെ രാജ്യത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു വികാര പ്രകടനമായി ഇതിനെ കാണേണ്ടി വരും. സനാതന ധർമ്മത്തെയും ഭാരതീയ സംസ്കൃതിയെയും ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും എതിർക്കുന്ന വലിയ വിദേശ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയാണ് ശ്രീ രാഹുൽ ഗാന്ധി. വിദേശത്തെ പല ശക്തികളും രാജ്യങ്ങളും ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി വളർന്നു വരാനുള്ള പരിശ്രമങ്ങളും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയെ ആകെ അപമാനിക്കുന്ന പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധി ഇറക്കിയത്. ഇന്ത്യയിലെ ജനാധിപത്യം സുതാര്യമല്ല എന്നുള്ള നിലയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം ഇറക്കി. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ശരിയായ നിലയിലല്ല, അത് അട്ടിമറിക്കപ്പെടുകയാണ്, EVM ടാമ്പർ ചെയ്യപ്പെടുന്നു എന്നുള്ള ബാലിശമായ വാദം അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കയറും. ഇന്ത്യ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നില്ല, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ്. ഇതായിരുന്നു രാഹുൽ ഗാന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു നറേറ്റീവ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു പോയിട്ട് പല വിദേശ രാജ്യങ്ങളിലെ ക്യാമ്പസുകളിൽ രാഹുൽ ഗാന്ധി ഇത്തരം പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഹിന്ദു സമൂഹം, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, അവരുടെ ആശീർവാദം തീർച്ചയായിട്ടും നമ്മുടെ നവോത്ഥാന പ്രക്രിയയ്ക്ക്, രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വലിയ സംഭാവനകളാണ് നൽകിയത്. അതിനെ തമസ്കരിക്കാനും അപമാനിക്കാനും ആസൂത്രിതമായ പരിശ്രമം രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൗരന്മാരായി കണക്കാക്കപ്പെടുന്നു, വേട്ടയാടപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണം രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരമായി ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ള പ്രചാരണം രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് നടത്തി. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പാർലമെന്റിൽ നാം കണ്ടത്. ശക്തമായും അപലപിക്കേണ്ട ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ഹിന്ദു സമൂഹത്തെക്കുറിച്ച് യാതൊരു ധാരണയും അദ്ദേഹത്തിന് ഇല്ല, ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഒരു അറിവും രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്ന് കാണിക്കുന്നതാണ് ഈ പ്രസ്താവന. സനാതന ധർമ്മം
ലോകത്തെ എല്ലാ മതങ്ങളെയും സ്വാംശീകരിച്ചിട്ടുള്ള ഒരു ധർമ്മമാണ്. ലോകത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ടവർ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം താങ്ങും തണലുമായി നിന്നത് സനാതന ധർമ്മമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പെർസിക്യൂഷന്റെ പേരിൽ ആട്ടിയോടിക്കപ്പെട്ട എല്ലാവർക്കും ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഇവിടെ അഭയം കൊടുത്തിട്ടുണ്ട്. എല്ലാ മതങ്ങളെയും സ്വാംശീകരിക്കുന്ന മതങ്ങളുടെ മാതാവായിട്ട് കണക്കാക്കപ്പെടുന്ന ധർമ്മമാണ് ഹിന്ദു ധർമ്മം. അതിനെയാണ് ഇത്തരം വിനാശകരമായ ഒരു പ്രസ്താവനയിലൂടെ ശ്രീ രാഹുൽ ഗാന്ധി അപമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പരസ്യമായി പാർലമെന്റിനകത്തും പുറത്തും മാപ്പ് പറയണം എന്നുള്ള നിലപാടാണ് മഹാഭൂരിപക്ഷം ജനങ്ങൾക്കുള്ളത്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാവണം.